ആദ്യ ദിവസം രാത്രി 7 മണി. ഹൗസ് മേറ്റ്സ് വീട്ടിന്റെ അകത്ത് കാലെടുത്ത് വെക്കുന്നു. നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട്. എന്തൊക്കെ സംഭവങ്ങളാണോ ഇനി ഇന്ന് രാത്രി? നൈസ് പ്ലേസ്. സ്വിമ്മിംഗ് പൂൾ ഇഷ്ടാ? പരസ്പരം മനസ്സിലാക്കാനായിട്ട് ഇതെന്തായാലും നല്ല പ്ലേസ് ആയിരിക്കും അല്ലേ? ഔട്ട്ലുക്ക് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അകത്ത് പോയി നോക്കാം വാ. എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ വലിയ സ്വിമ്മിംഗ് പൂളാണുള്ളത്. എങ്ങനെയാ വാസു നീ ഇത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചേ? അറിഞ്ഞൂടെ എന്റെ ഭാര്യക്ക് എന്താ വേണ്ടേന്ന്. അതെ, ഇത് അടിപൊളിയാ, സൂപ്പർ ആയിരിക്കും. പിന്നെ ദാ അത് കണ്ടില്ലേ? എന്തുവാടാ ഇത്? എന്റെ ശബ്ദം കേട്ടല്ലോ. നോക്കിയേ, ഈ റിസോർട്ട് അടിപൊളിയല്ലേ? അപ്പൊ അതിനേറ്റ പോലെ നമ്മൾ അടിപൊളിയാവണ്ടേ? ഇന്ത്യയിലെ വർക്കെല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. കൊള്ളാം. സമയം രാത്രി 10 മണി. പുതിയ ദമ്പതിമാർ ആദ്യ രാത്രിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. എന്താ അളിയാ, എന്റെ 25 വർഷത്തെ ആഗ്രഹമാടാ. ഇന്ന് രാത്രി അത് സമരമാവെന്ന് വിചാരിക്കുമ്പോ എനിക്ക് സ്പുല്ലടിക്കുന്നടാ. ആഗ്രഹം അടക്കിയില്ലെങ്കിലേ പോകുമ്പോഴത്തേക്കും പൊങ്ങിപ്പോയി. ഫ്ലൈറ്റിൽ വരുമ്പോ വേറെന്തൊക്കെ വീഡിയോ കാണാന്ന് വിചാരിച്ചോ? എല്ലാം ജീനിയേഴ്സ് പറഞ്ഞ റിസർച്ച് വീഡിയോ ആണ്. ബാഹുബലി തന്നെ ആയാലും ഫസ്റ്റ് നൈറ്റില് ജസ്റ്റ് 1 മിനിറ്റ് ഉള്ളൂ. അളിയാ, അതിനാ എന്റെ അടുത്ത് ഒരു സ്പെഷ്യൽ സാധനം ഉള്ളത്. ജെന്യൂൻ പ്രോഡക്റ്റ്, നോ സൈഡ് എഫക്ട്. എന്താടാ ഇത്? ഡിലേ സ്പ്രേ ആടാ. ഈ സ്പ്രേ യൂസ് ചെയ്തെന്ന് വെച്ചോ, 80 വയസ്സുള്ള കിളവനെ പോലും 18 വയസ്സുള്ള പയ്യനെ പോലെ പെർഫോമൻസ് ചെയ്യാൻ പറ്റൂടാ. എടാ, നമുക്ക് ഈ സ്പ്രേ അടിച്ചാലേ പിന്നെ പെണ്ണുങ്ങളെ വളയ്ക്കാനായിട്ട് ഈ വിരൽ അങ്ങോട്ട് എടുത്ത് നല്ലപോലെ തടവി കൊടുത്ത കാതിലോട്ട് തടവണവടാ. ഇതടിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു, പൊളിച്ചടിക്കുന്നു. ബേബി, ഞാൻ നല്ല മൂഡിലാ. ലെറ്റ്സ് ഡു ഇറ്റ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്ന? പ്ലീസ് ഡി കുഞ്ഞ്, എനിക്ക് വേണം അത്. പ്രൊട്ടക്ഷനോ? നമ്മളെന്താ ക്രിക്കറ്റാണോ കളിക്കാൻ പോണേ? കടയിലല്ലേ കളിക്കാൻ പോണേ? എന്തിനാടി പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാ കോണ്ടംടാ. ഓ, കാണ്ടമാണോ? 2.5 കിലോ ഇരിപ്പുണ്ട്. ശരി, പ്രൊട്ടക്ഷൻ ഒക്കെ ഇട്ടിട്ട് നീ റെഡി ആയിട്ടിരിക്കും. പെട്ടെന്ന് പറഞ്ഞോട്ടോ. വീര വേണ്ട, പറയുന്ന കേക്ക് വീര, പ്ലീസ്. ഞാൻ പറയുന്നത് നീ കേക്കാത്തെ. എന്തടി, എന്തെങ്കിലും വൃത്തത്തിലാണോ? വീര, പരസ്പരം നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ചെയ്താലേ നമ്മൾ തമ്മിൽ മനസ്സിലാക്കാൻ കഴിയും. അയ്യോ, അതല്ലടാ, അച്ഛൻ. നിന്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് മുത്തശ്ശനാക്കിയേക്കാം. നമുക്ക് രണ്ടുപേർക്കും ഇപ്പോ അച്ഛനമ്മയാകാൻ നോക്കാം. അതല്ലടാ, അച്ഛൻ എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞത് കേൾക്കുമല്ലേ നീ? സ്മൈൽ. നിനക്ക് തീരെ ക്ഷമയില്ലല്ലോ. എന്താടി കാണിച്ചു വെച്ചിരിക്കുന്നേ? എന്റെ മോള് പൂജേ, നീ നാട്ടിൽ പോകുന്നതിന്റെ അന്ന് വൈകിട്ട് മറക്കാതെ ഇത് ഇട്ടോളണം. ഇത് ഇട്ടതിന് ശേഷം സൈഡിലുള്ള ബട്ടൺ അങ്ങ് ഇളക്കിയിടണം. അച്ഛാ, ഞാനെന്തിനാ ഇതിടുന്നേ? ഇത് എന്തിനാ ഇടാൻ പറയുന്നെന്ന് അവൻ വരുമ്പോ നിനക്ക് മനസ്സിലാവും. ശരി അച്ഛാ. നീ എന്താ അവിടെ ചെയ്യുന്നേ? ഞാൻ വിചാരിച്ച ഒന്നും നടന്നില്ല. അപ്പൊ നിനക്കെന്തെങ്കിലും നടക്കുന്നതിന് മുമ്പ് എല്ലാം നശിപ്പിക്കാനായിട്ടായിരുന്നു ഞാൻ വാതിക്കലിരുന്നത്. മഹാഭാവി, നിനക്കെന്താ ഒന്നും നടക്കാത്തെ?
പൈനാപ്പിൾ, സ്ട്രോബെറി, ചോക്ലേറ്റ്, മുന്തിരി തോട്ടം. പൈനാപ്പിൾ, അയ്യോ പൈനാപ്പിൾ കുത്തുമല്ലോ. വേറെ എന്തെടുക്കണോ കുത്താണ്ട്? എന്തൊക്കെ എടുക്കണം? അവൾ വരുന്നതിനപ്പുറം എല്ലാം റെഡി ആവണല്ലോ. എവിടെയൊക്കെ ഇടാൻ പറ്റുമോ എല്ലായിടത്തും ഇട്ട് വെച്ചേക്കാം. കിട്ടിപ്പോയി എല്ലാം കിട്ടിപ്പോയി റെഡിയായി പോയി. എടാ മണ്ട, എവിടെ ഇടേണ്ടത്? നീ എവിടെ ഇട്ടേക്കുന്നേ? എവിടെയൊക്കെ ഇടാൻ പറ്റുമോ എല്ലായിടത്തും ഇട്ടാണ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ബേബി. പുറത്തു പോടാ. ഇടേണ്ട സ്ഥലം വെട്ടിച്ചു, ബാക്കി എല്ലാ സ്ഥലത്തും ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് പറ്റിയില്ല. അല്ല നിന്റെ കാര്യം എന്തുവാ? നീ ഒന്നും ചെയ്യാൻ പാടില്ലെന്നല്ലേ അവൻ്റെ അപ്പൻ എല്ലാ പണിയും ചെയ്ത് അയച്ചേക്കുന്നത്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റിയില്ല, അത് വിട്ടേക്ക്. ഇവിടെ വരുത്താൻ കുറെ നേരം വെപ്രാളത്തില്ല. ഇവനിപ്പോ എങ്ങനെ കൺട്രോൾ ചെയ്യാ? അതാദ്യം പറയും. അതേ കളിയാ, ഇവന്റെ വീര്യവും ശൂരവും കണ്ട ഇവൻ മുകളിലോട്ട് എല്ലാം മുടിച്ച് പൊട്ടിച്ച് എല്ലാവർക്കും ഹായ് കാണിക്കും തോന്നുന്നു. അതിനിപ്പോ എന്തെങ്കിലും ചെയ്യണോടാ? എന്താ ചെയ്യാ? വേറെ എന്തെങ്കിലും വഴി നോക്കാം. മനസ്സിലായി. നമ്മുടെ നാണക്കേട് ഇങ്ങനെ തന്നെ പോട്ടെ അല്ലേ? നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമല്ലേ? ഒരു ബസ്. ഈ സമയത്ത് ആരാ ഫുട്ബോൾ കളിക്കുന്നേ?